ക്യാൻവാസും പെയിൻറ്റും ബ്രഷും ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു സൂപ്പർ ഡ്രോയിങ് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഓയിൽ പാസ്റ്റൽ വെച്ചിട്ടൊരു സൂപ്പർ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ നമസ്കാരം, ചിത്രയാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഓയിൽ പാസ്റ്റൽസ് വെച്ചിട്ടൊരു സൂപ്പർ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഓയിൽ പാസ്റ്റൽസും ഒരു A4 സൈസ് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ആർട്ട് വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ആർട്ടെന്ന് പറയുന്ന ഒരു ബോൺ ടാലൻ്റ് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആർട്ടെന്ന് പറയുന്നത് ബോൺ ടാലൻറ്റ് മാത്രമല്ല, നമ്മൾ ഡെഡിക്കേഷനോട് കൂടി പ്രാക്ടീസ് ചെയ്താൽ ഏത് പ്രായക്കാർക്കും വഴങ്ങാവുന്നതേ ഉള്ളൂ വരയെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങളും ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഓയിൽ പാസ്റ്റൽ എന്ന് പറയുന്ന കാമൽ ബ്രാൻഡിൻ്റെ ഓയിൽ പാസ്റ്റലാണ്. വരയ്ക്കാൻ എടുത്തിരിക്കുന്ന സാധാരണ ഒരു ഡ്രോയിങ് ബുക്കാണ് ഇന്ന് വരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളിതിൽ കളർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വൈറ്റ് പോർഷൻസ് വരാണ്ട് ഫുള്ളായിട്ട് പേപ്പറിൽ കളർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളതിൽ ഇടയ്ക്ക് വൈറ്റ് പോർഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് നമുക്ക് ബ്ലെൻഡായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കളർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ രണ്ട് കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ബ്ലെൻഡായി വരത്തുള്ളൂ. കളറെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം അത് തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കോട്ടൺ ബഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഒരുപാട് ഏരിയയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോട്ടൺ ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നീ സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. എനിക്ക് പേഴ്സണലി കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നല്ലതായിട്ട് മിക്സ് ആയി കിട്ടും നമ്മൾ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ കുറച്ച് പേഷ്യൻസോട് കൂടി ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഒത്തിരി ടൈം എടുക്കും ഈ രണ്ട് കളേഴ്സ് തമ്മിൽ മിക്സായി വരാനായിട്ട്, കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒത്തിരി നേരം അതിലിങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ ഹീറ്റും കൂടെ കൊണ്ട് അത് തമ്മിൽ മിക്സായി വരാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ കുറച്ച് പേഷ്യൻസ് വേണമെന്നേ ഉള്ളൂ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ടൈം എടുത്ത് തന്നെ ചെയ്യുക. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാണ്ട് ടൈം എടുത്ത് തന്നെ ചെയ്യുക.
ഇനി നമുക്ക് ഇതിൽ 2-3 ബേഡ്സ് പറന്ന് പോകുന്ന രീതിയിലും കൂടെ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്ന കളർ പെൻസിലാണ്. ഓയിൽ പാസ്റ്റിന് മേലെ നമുക്ക് കളർ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും, അതിൽ കളർ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിലാണെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ടായാലും പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടായാലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇച്ചിരി പേഷ്യൻസും ഒത്തിരി ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സൂപ്പറായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ഡ്രോയിങ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.